ടെക്ട്ര 76ലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ ഗ്വാളിയറിൽ നിന്ന് ഭോപ്പാൽ പോകാനായിരുന്നു. എക്സ്പെക്റ്റഡ് കിലോമീറ്റേഴ്സ് 400 കിലോമീറ്റർ ആയിരുന്നു. അതിപ്പം ഞങ്ങൾ ഓടേണ്ടി വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 കിലോമീറ്ററിനടുത്ത് രാജസ്ഥാൻ വഴി കയറിക്കൊണ്ട് ഓടേണ്ടി വന്നു. നമ്മളിപ്പം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് രാജസ്ഥാൻ സ്റ്റേറ്റ് ഹൈവേ 37A കൂടിയാണ്. ഈ കാണുന്നത് അദാനി തെർമൽ പവർ സ്റ്റേഷനാണ്. NH90 സൈഡിലാണ് ഈ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത്. 1320 മെഗാവാട്ടാണ് ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. 2008 മാർച്ചിലാണ് പ്ലാന്റ് കമ്മീഷനിങ് നടന്നതും. 2 പ്ലാന്റാണുള്ളത്. 660 മെഗാവാട്ടിൻ്റെ 2 പ്ലാന്റാണ് ഇവിടെ കമ്മീഷൻ ചെയ്തിരിക്കുന്നത്. ഫ്യൂച്ചർ എക്സ്പാൻഷനും സാധിക്കുന്ന രീതിയിലാണ്. കിലോമീറ്ററുകളോളം കാട്ടിക്കിടയും പാടങ്ങളിലൂടെ മാത്രം യാത്ര ചെയ്ത് കഴിഞ്ഞ് ഒരു വില്ലേജ് കാണാൻ പറ്റി. അതിൽ ഉള്ള സന്തോഷത്തിലാണ് ഞങ്ങളിപ്പോൾ. കുറച്ച് മനുഷ്യരെ കാണാൻ പറ്റിയതിൻ്റെ ഒരു സന്തോഷം എന്ന് വേണമെങ്കിൽ പറയാം. നാഷണൽ ഹൈവേ 90 സൈഡിലുള്ള പാടങ്ങളാണ് ഇത് മുഴുവൻ. ഇതും കടുക് പാടങ്ങൾ തന്നെയാണ്. അത് ഹൈവേയുടെ 2 സൈഡിലുമായിട്ടാണ് ഈ പാടം സ്ഥിതി ചെയ്യുന്നത്. ഇതാ വീണ്ടും 8ന്റെ പണി കിട്ടിയിരിക്കുകയാണ്. ആകപ്പാടെ ഒരു ട്രക്കിന് പോകാനുള്ള വഴിയേ ഉള്ളൂ, വീതിയേ ഉള്ളൂ ഈ വഴിക്ക്. അതിൻ്റെ അകത്ത് ഇതേ ഒരു കണ്ടെയ്നർ ലോറി മുന്നിൽ പെട്ടു. 1 മണിക്കൂറോളം എടുത്തു ഞങ്ങൾ ഇവിടുന്ന് ചാടി പോകാൻ വേണ്ടി. ഇത് ചിപ്പാബറോദ് എന്ന് പറയുന്ന സ്ഥലം തന്നെയാണ്, ബറാൻ ഡിസ്ട്രിക്റ്റിലെ. ട്രാഫിക്കിൽ നിന്നൊക്കെ ചാടി പുറത്തിറങ്ങിയപ്പോഴാണ് ഇത് ഓഫ് റോഡിങ് പോലത്തെ ഒരു വഴി കിട്ടിയത്. ഇവിടുന്ന് ഏകദേശം 1 മണിക്കൂറോളം ഞങ്ങൾ ഓഫ് റോഡിങ് ഒക്കെ കഴിഞ്ഞ് ഒരു മല ഹിൽ ഏരിയയിലൊക്കെ ചെന്ന് ചാടി. ഈ റോഡിൽ കൂടെ ഒക്കെ പോകണമെങ്കിൽ മഹീന്ദ്ര താർ തന്നെ വേണം എന്ന് തോന്നിപ്പോകുന്നു. താറിനോടൊക്കെ ഒരു സ്നേഹം വന്നു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ മലമുകളിലും കൃഷി ചെയ്യാമെന്ന് ഇവർ തെളിയിച്ചിരിക്കുന്നതാണ്. ഇതൊരു വലിയൊരു മലയാണ്. മലയുടെ മുകളിൽ തന്നെ ഇവർ കൃഷി ചെയ്യുന്നുണ്ട്. ഹിൽ ടോപ്പിലുള്ളൊരു കൃഷിയാണിത്. ഇവിടുന്ന് ഞങ്ങൾ ചുരം ഇറങ്ങി തുടങ്ങുകയാണ്. ഏകദേശം ഒരു 1/4 മണിക്കൂറോളം എടുത്തു ഈ ചുരം ഇറങ്ങി കിട്ടാൻ തന്നെ. ഇതാ വീണ്ടും 8ന്റെ പണി കടന്നു വന്നിരിക്കുകയാണ്. ഇവിടെ ഒരു ഫ്ലൈ ഓവർ കൺസ്ട്രക്ഷൻ സൈറ്റാണ് നടക്കുന്നത്. ഇവിടെ ഈ പറഞ്ഞ പോലെ 1 മണിക്കൂർ എടുത്തു കയറി ഇറങ്ങി അപ്പുറത്ത് ചെല്ലാൻ വേണ്ടി. പപ്പുചേട്ടൻ പറയുന്ന പോലെ ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയാൽ നേരെ കുഴി പോവും. ആ അവസ്ഥയാണ്. ഏതായാലും ഒരു വിധത്തിൽ കയറി കൂടി എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. പാർട്ട് 3 കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.
ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സഹായിക്കുക. താങ്ക് യു.